വിദ്യാർത്ഥികൾക്ക് കരുതലൊരുക്കി പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച കൌൺസിലിംഗ് ക്യാമ്പ് ശ്രദ്ധേയമായി. ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയറിന്റെ സഹകരണത്തോടെയാണ് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കൌൺസിലിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിത ലക്ഷ്യങ്ങളും മൂല്യങ്ങളും കണ്ടെത്താനും ബന്ധങ്ങളും ആശയവിനിമയവും മെച്ചപ്പെടുത്താനും ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്താനും ജീവിതത്തിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു കൗൺസിലിംഗ് ക്യാമ്പിന്റെ ലക്ഷ്യം. ഒരു കുട്ടിക്ക് കൗൺസിലിംഗ് നൽകേണ്ടതിൻ്റെ ആവശ്യകത അവരുടെ വ്യക്തിഗത സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. പല കുട്ടികളും അവരുടെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ വൈകാരിക വെല്ലുവിളികളെ മറികടക്കാറുണ്ട്. എന്നാൽ ചില കുട്ടികൾക്ക് അതിന് സാധിക്കാതെ വരുന്നു. അത്തരം സാഹചര്യത്തിൽ കൗൺസിലിംഗ് അവർക്ക് സഹായകമാകുമെന്നും ഇതൊരു തുടർ പ്രക്രിയയാണെന്നും സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ പറഞ്ഞു. ഇന്ന് ദിവസം നമ്മൾ കൗൺസിലിങ്ങിന് വിധേയമായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന 9, 10 ക്ലാസ്സിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കൾക്കുമായിരുന്നു. ഒത്തിരിയേറെ ഗുണപ്രദമായി എന്നാണ് അവരുടെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ, ഒരു വർഷം തുടർച്ചയായി നമ്മുടെ LKG ക്ലാസ്സുകൾ മുതൽ തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കൗൺസിലിങ്ങിനുള്ള അവസരങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഓരോ മെന്റേഴ്സിന്റെ കീഴിലാണ് അവർ 15 പേരടങ്ങിയ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അധ്യാപകരുടെ നേതൃത്വത്തിൽ തുടരുമ്പോൾ കൗൺസിലേഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ കുട്ടികൾക്ക് വ്യക്തിപരമായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം വേണ്ടി വന്നാൽ ഫാമിലി അടിസ്ഥാനത്തിലുള്ള കൗൺസിലിങ്ങിനുള്ള അവസരങ്ങളും ഒരുക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല, ഈ പരിസരത്തുള്ളവർക്കും ഈ പ്രദേശത്തുള്ളവർക്കും ഒക്കെ അത് ഉപയോഗപ്രദമാക്കത്തക്ക വിധത്തിൽ അതിനെക്കുറിച്ചുള്ള ഭാവി പരിപാടികൾ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി പഠനപരമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂളിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ സാധിക്കാതെ വരാം. ഇവിടെ പ്രശ്നം കണ്ടെത്തിയാലേ പരിഹാരം സാധ്യമാകൂ. അതിനായി ഇത്തരം വിദഗ്ധരുടെ സേവനം അനിവാര്യമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു കോയിക്കര പറഞ്ഞു. ജീവാനി എന്ന് പറഞ്ഞൊരു ടീമാണ്, കൗൺസിലിംഗ് ടീമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അവർക്ക് കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അനലൈസ് ചെയ്യുക. അതിനുശേഷം അവരുടെ പേരൻസിനെ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇതിനുശേഷം കുട്ടികളും പേരൻസും ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്കിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാതെ, സ്കൂളിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ, പേരൻസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവരൊരു ഫ്രണ്ട്ലി മാനർ ഇവർക്ക് ഷെയർ ചെയ്യാവുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത് വിവരമായാലും ഒരു കാരണവശാലും അത് പുറത്തേക്ക് വിടുകയോ ഒരു നെഗറ്റീവായിട്ട് അവർ ഒരു കാരണവശാലും ഇത് ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കോൺഫിഡൻസും കൊടുത്തിട്ടുണ്ട്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച്മെൻ്റ് ആണ്. ഈ വരുന്ന ടീമും വളരെ എക്സ്പേർട്ടാണ്, എക്സ്പീരിയൻസ്ഡ് ടീമാണ്. സ്കൂളിലെ 9, 10 ക്ലാസ്സുകളിലായുള്ള 45 വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായാണ് കൗൺസിലിംഗ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളെ ഒറ്റയ്ക്കിരുത്തിയും മാതാപിതാക്കൾക്കൊപ്പം ഇരുത്തിയും വിദഗ്ധ കൗൺസിലർമാർ ആശയവിനിമയം നടത്തി. ഇത് വളരെ ഉപകാരപ്രദമായിരുന്നുവെന്ന് രക്ഷിതാക്കളിൽ ഒരാളായ ഫിൽബി ജോസഫ് പറയുന്നു. അതുപോലെ തന്നെ കുട്ടികളായിട്ട് ഇവർ തനിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ അടുത്ത്, ഒരു പാരന്റിന്റെ അടുത്ത് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് അവരായിട്ട് കൗൺസിലേഴ്സായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൗൺസിലേഴ്സിന് അതിനനുസരിച്ചിട്ട് നമ്മളെ ഒന്ന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പാരന്റിനായാലും കുട്ടികൾക്കായാലും രണ്ടുപേർക്കും അത് ഒരുപോലെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തുറന്ന സംവാദം മനസ്സിന്റെ ഭാരം ലഘൂകരിച്ചെന്നും ആത്മവിശ്വാസം വളർത്തിയെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. നിലവിൽ സ്കൂളിൽ 15 കുട്ടികളെ വീതം ഓരോ അധ്യാപകരുടെയും കീഴിലാക്കി അവരെ നിരന്തരം നിരീക്ഷിച്ച് അവരുടെ അഭിരുചികൾ കണ്ടെത്തുന്ന മെന്റർ പദ്ധതി വിജയകരമായി മുന്നേറുന്നുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിദ്യാർത്ഥി സൗഹൃദ പഠനാന്തരീക്ഷം സ്കൂളിൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരി, സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ബാബു കോയിക്കര, ട്രഷറർ ജോസ് യു ആന്റണി, ജീവനി കോർഡിനേറ്റർ സിനേഷ് പല്ലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. കരിഷ്മ കെ വത്സൻ, ഡെൽന ഡെന്നീസ്, ഐശ്വര്യ KM, ഡോക്ടർ കൃഷ്ണശങ്കർ, കൃഷ്ണ C ഗിരിജൻ,
ദേവിക രഞ്ജിത്ത്, രേവതി KM, മാളവിക VS, മസ്ന മജീദ്, ചിഞ്ചു KM എന്നിവരാണ് കൗൺസിലിംഗിന് നേതൃത്വം നൽകിയത്. കുട്ടികൾക്ക് അവരുടെ വളർച്ചാഘട്ടത്തിനും പ്രായത്തിനും അനുയോജ്യമായ ഉചിതമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുക. മാതാപിതാക്കൾക്ക് അവരുടെ സ്നേഹത്തണലും കരുതലും ഇവർക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിൽ നടന്ന കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടന്ന കൗൺസിലിംഗിന്റെ വ്യത്യസ്തമാക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.